ഇന്ന് നമ്മൾ സൗണ്ട് വേവിന്റെ തന്നെ നാലാമത്തെ പാർട്ട് വീഡിയോയാണ്. ഇതിനകത്ത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ് എന്നുള്ള ഭാഗമാണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, തരംഗങ്ങളുടെ സവിശേഷത എന്നുള്ള ഭാഗമാണ്. അപ്പം മെയിനായിട്ട് നമുക്ക് തരംഗങ്ങളെ പ്രധാന സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയതി, അതുപോലെ ആവൃത്തി, അതുപോലെ തന്നെ പിരീഡ്, തരംഗദൈർഘ്യം, തരംഗവേഗം എന്നിവയാണ്. അപ്പം അത് എന്തൊക്കെയാണ്? ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, പീരീഡ്, വേവ് ലെങ്ത്, സ്പീഡ് ഓഫ് വേവ്. ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, പീരീഡ്, വേവ് ലെങ്ത്, അതുപോലെ തന്നെ സ്പീഡ് ഓഫ് വേവ്. ഓക്കെ. അപ്പം ഈ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്നാ പറയണം, ആയതി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ നമുക്ക് ആയതി എന്ന് പറയാം. അപ്പൊ ആയതി, അപ്പൊ ഈ ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇവിടെ കൊടുത്തേക്കുന്നുണ്ടോ? ഞാൻ ഇതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദെൻ ഈ മാർക്ക് ചെയ്തേക്കുന്ന ബ്രൗൺ കളർ മാർക്ക് ചെയ്തേക്കുന്ന ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? എ എന്ന് പറഞ്ഞ ഇവിടെ സ്മോൾ ലെറ്റർ എ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്മോൾ ലെറ്റർ എ വെച്ച് മാർക്ക് ചെയ്തേക്കുന്ന ഭാഗത്തെയാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറഞ്ഞേ നമ്മള് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതി എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് മാക്സിമം ഡിസ്റ്റൻസ് ആണ്. ഇതെന്താണ്? ദ മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റില്ല, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ഡിസ്റ്റൻസും ഒരു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് തന്നെയാണ്. പക്ഷെ എന്താണ്, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ ചൂണ്ടി ആക്യുറേറ്റ് ആണെന്ന് പറയാം. അപ്പം അതെവിടെയാണ്? ഇത് ഇക്വിലിബ്രിയം പൊസിഷൻ ആണ് അല്ലെ? ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഏറ്റവും മാക്സിമം അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ആയിട്ടുണ്ടാവുന്ന സ്ഥാനാന്തരത്തെയാണ് എന്തെന്ന് പറയുന്നത് നമ്മള് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞ സംഭവം. കിട്ടിയല്ലോ? ഓക്കെ. അപ്പൊ നമ്മള് ആംപ്ലിറ്റ്യൂഡ് എന്താന്ന് കഴിഞ്ഞു. ദെൻ അടുത്തതാണ് എന്തെന്ന് പറഞ്ഞ പീരീഡ്. അപ്പൊ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്താണ് പീരീഡ് നമുക്ക് നോക്കാം. പീരീഡ് എന്ന് നേരത്തെ എന്താന്നൊക്കെ ജസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പീരീഡ് ഈസ് ഈക്വൽ ടു ഓക്കെ, നമ്മൾ എഫ് ഈക്വൽ ടു 1/t എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളെ പീരീഡ് എന്താന്ന് പഠിച്ചതാ. അപ്പം നിങ്ങൾ അത് നോക്കുക കേട്ടോ. അപ്പം നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈൻ ചെയ്ത് നോക്കുക. അപ്പൊ വാട്ട് ഈസ് പീരീഡ് എന്നാണ് ചോദിച്ചത്. ഇന്നത്തെ നമ്മളോട് പീരീഡ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് പീരീഡ് എന്ന് പറയുന്നത്? നമുക്ക് പറയാം, പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടൈം ടേക്കൻ ടു കംപ്ലീറ്റ് വൺ ഫുൾ സൈക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. വൺ ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ എത്ര വന്നിട്ടുണ്ട്? ഇവിടെ നമുക്ക് ടൈം എടുത്തേക്കുന്നത് എത്രയാണ് വന്നേക്കണേ? 1.5. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഫിഗറിനകത്ത് കൊടുത്തേക്കണ വേവിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.5. അല്ലെങ്കിൽ ഒരു വേവിന്റെ മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ അത് എത്രയാണ്? 1 സെക്കൻഡ് അല്ല കേട്ടോ, 1 സെക്കൻഡ്. അപ്പൊ ആ രീതിയിൽ വന്നിട്ടാണ്. അപ്പൊ എന്താണ് സൈക്കിൾ നോക്കിയേക്കാം. സൈക്കിൾ എന്ന് പറഞ്ഞാൽ 1 കംപ്ലീറ്റ് ഓക്സിലേഷൻ ആണ്. അപ്പം ഇവിടെ നിന്നിട്ട് ഇവിടം വരെ വന്നാലാണല്ലോ 1 ഓക്സിലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അങ്ങനെയുള്ള ഓക്സിലേഷൻ, ഒരു സൈക്കിള് പൂർത്തീകരിക്കാൻ ആവശ്യമായ ടൈം, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എത്രയാണ്? 1 എന്ന് പറയുന്നത്. അതപ്പം അതാണ് ഇവിടുത്തെ വന്നിരിക്കുന്ന ആൻസർ, 1 എന്ന് പറഞ്ഞിരിക്കുന്നത്. 1 സെക്കൻഡിനാണ്. ഇപ്പൊ നമുക്ക് ഇവിടുത്തെ ടോട്ടൽ ആയിട്ടുള്ള ടൈം എത്രയാണ്? 1.5 എന്നും പറഞ്ഞു ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. 1.5 സെക്കൻഡ്. അപ്പൊ ഇത്രയും കാര്യം നമുക്ക് കിട്ടിയില്ലേ? അപ്പൊ ഇതിനകത്ത് ഒരു ഓക്സിലേഷൻ തന്നെ ഇവിടെ നിന്നിട്ട് ഇവിടം വരെയാണ്. ഈ ഇത്രയും ഓക്സിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത ടൈമിനെയാണ് എന്തെന്ന് പറയുന്നത്? പീരീഡ് എന്ന് പറയുന്നത്. സംഭവം കിട്ടിയല്ലോ? ഓക്കെ, സംഭവം കിട്ടിയില്ലേ? ഓക്കെ, നമുക്കത് മലയാളത്തിലേക്ക് വരുമ്പം എന്താണ് നമുക്കത് തരംഗ ചലനത്തിന് ഒരു കണികയുടെ പൂർണ്ണമായ ഒരു ദോലനം ഒരു സൈക്കിൾ എന്ന് പറയാം. അപ്പൊ തരംഗ ചലനത്തിലെ ഒരു കണികയുടെ പൂർണ്ണമായ ദോലനത്തെയാണ് എന്തെന്ന് പറയുന്നത്? സൈക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പീരീഡ് എന്ന് പറയുന്നത്. കേട്ടോ? സംഭവം കിട്ടിയില്ലേ? അപ്പൊ അത് ദോലനത്തെ വെച്ചാണ് പറയുന്നത് കേട്ടോ. സംഭവം കിട്ടിയില്ലേ? ദെൻ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സൈക്കിളിൽ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ഫുൾ സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം കേട്ടോ, എടുക്കുന്ന സമയം. അതാണ് മലയാളം മീഡിയംകാർ എഴുതണ്ടേ. പീരീഡ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. ഇനി അടുത്ത ഫ്രീക്വൻസി എന്താന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഫ്രീക്വൻസി ഓഫ് എ വേവ് ഈസ് ദ നമ്പർ ഓഫ് സൈക്കിൾ ദാറ്റ് പാസ് ത്രൂ ദ പോയിന്റ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിനകത്ത് എത്ര സൈക്കിള് പോകുന്നു. ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു സെക്കൻഡ്. ഈ ഒരു സെക്കൻഡിനകത്താണെന്നുണ്ടെങ്കിൽ എത്ര സൈക്കിള് പോയിട്ടുണ്ട്? ഇവിടെ നിന്ന് ഇങ്ങനെ പോയ കാലം ഇതൊരു 1 സൈക്കിൾ. അപ്പൊ 1 സൈക്കിള്. ഇവിടെ ഉണ്ടായിരിക്കുന്ന ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഹെർട്സ് എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, ദ ഫ്രീക്വൻസി ഓഫ് എ വേവ് ഈസ് ദ നമ്പർ ഓഫ് സൈക്കിൾ ദാറ്റ് പാസ് എന്താണ്
ദാറ്റ് പാസ് ത്രൂ ദ പോയിന്റ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിനകത്തോടെ പോകുന്ന ഇതാണ് കേട്ടോ. അപ്പം ദ ഫ്രീക്വൻസി ഓഫ് എ വേവ് ലെങ്ത് ഈസ് ദ നമ്പർ ഓഫ് സൈക്കിൾ ദാറ്റ് പാസ് ത്രൂ ദ പോയിന്റ് ഇൻ 1 സെക്കൻഡ്. അപ്പോൾ ഒരു പോയിന്റിലൂടെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ അത് കവർ ചെയ്യണം കേട്ടോ. നമുക്കത് മലയാളം മീഡിയംകാരുടെ എങ്ങനെയാന്ന് നോക്കിക്കേ. അപ്പോൾ ഒരു ബിന്ദുവിൽ കൂടെ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന സൈക്കിളുകളുടെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത്, തരംഗത്തിന്റെ ആവൃത്തി എന്ന് പറയുന്നത്. സംഭവം കിട്ടിയല്ലോ. സംഭവം കിട്ടിയില്ലേ? ഓക്കെ. ദെൻ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്കിത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ടൈം പീരീഡ് ടി ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ നോക്കിക്കേ, ഈ ഇവിടം തൊട്ട് അടുത്ത ഇതുവരെ, ഇത് ക്രസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈ ക്രസ്റ്റ് തൊട്ട് ഈ ക്രസ്റ്റ് വരെയുള്ള നീളത്തെയാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത ക്രസ്റ്റ് വരെ എത്തുന്ന ഉള്ള നീളത്തെയാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേവ് ലെങ്ത് എന്ന് പറയാം. അപ്പം അതിന് എന്താണ് നമ്മൾ ഇതിൽ പറയുന്നത്, തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളതാ. ഓക്കെ, ഇവിടം വരെ ഇവിടെ തമ്മിലുള്ള അകലത്തെയാണ് കേട്ടോ. ഈ ഭാഗം തൊട്ട് ഇവിടം വരെയുള്ള അകലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മള് തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. വേവ് ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾ ഇൻ വിച്ച് ആർ ഇൻ ദ സെയിം ഫേസ് ഓഫ് ദ വൈബ്രേഷൻ. ആ വൈബ്രേഷന്റെ ഈ എ എന്ന് പറയുന്നതും ഇ എന്ന് പറയുന്നത് സെയിം ആയിട്ടുള്ള ഫേസിനകത്താണ്. അപ്പൊ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഡ്യൂറിംഗ് ദ ടൈം ടേക്കൺ ബൈ ഈച്ച് പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം ടു കംപ്ലീറ്റ് വൺ വൈബ്രേഷൻ. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. എന്താണ്, എങ്ങനെ ടൈപ്പിലുള്ള ഡിസ്റ്റൻസ് ആണ്, ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. ട്രാവൽഡ് ബൈ ദ ട്രാവൽ ചെയ്യുന്ന ബൈ ദ വേവ് ഡ്യൂറിംഗ് ദ ടൈം ടേക്കൺ. വേവ് എടുക്കുന്ന ട്രാവൽ എടുക്കുന്ന ഡിസ്റ്റൻസ് ആണ്. ഈ വേവ് ആയിട്ടുള്ള വേവ് ഇല്ലേ, നമ്മുടെ വേവ്, സൗണ്ട് വേവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേവ് എടുക്കുക. ആ വേവ് ആണെന്നുണ്ടെങ്കിൽ സഞ്ചരിക്കാൻ എടുക്കുന്ന ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഡ്യൂറിങ് എപ്പോൾ, അത് എപ്പോഴുള്ള ഡിസ്റ്റൻസ് ആണ്, ടൈം ടേക്കൺ ബൈ ദ പാർട്ടിക്കിൾ ഇൻ വിച്ച് മീഡിയം ടു കംപ്ലീറ്റ് വൺ വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഇതാണ് കേട്ടോ. വൺ വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പം ഓക്കെ, ഡ്യൂറിങ് ദ ടൈം ടേക്കൺ ബൈ ദ പാർട്ടിക്കിൾ ബൈ ദ ഈച്ച് പാർട്ടിക്കിൾ. അപ്പൊ അതിനകത്തുള്ള എല്ലാ പാർട്ടിക്കിളും, ഇപ്പൊ ഇതൊരു പാർട്ടിക്കിളാണ്, ഇതൊരു പാർട്ടിക്കിളാണ് എന്നൊക്കെ നമ്മൾ നേരത്തെ ഒരു ബോളിന്റെ കാര്യം വെച്ച് പറഞ്ഞില്ല, അതേപോലെ പാർട്ടിക്കിൾസ് ഇൻ മീഡിയം, ഒരു മീഡിയം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീഡിയം എന്ന് പറയുന്നത് സഞ്ചരിക്കാൻ വേണ്ട ഏരിയ, അതിലൊരു പാത്ത് എന്നൊക്കെ പറയുന്നത്. അതിനകത്ത് ആ പാത്തിലൂടെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ടൈമിനകത്ത് എല്ലാ പാർട്ടിക്കിളും വൈബ്രേറ്റ് ചെയ്യണം, എന്നാലാണല്ലോ അത് പോവുള്ളൂ. അപ്പൊ അങ്ങനെ എല്ലാ പാർട്ടിക്കിളും വൈബ്രേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു ഡിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. ഒരു ഇത്രയും രീതിയിൽ സഞ്ചരിച്ച് കഴിയുമ്പോഴാണ് അത് സഞ്ചരിക്കുള്ളൂ. മീൻസ് ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്ന ഇവിടെയുള്ള പാർട്ടിക്കിള് ഇവിടം വരെ എത്തുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഇവിടെ ഇരിക്കുന്ന പാർട്ടികൾ ഇവിടെ എത്തിക്കഴിഞ്ഞാലാണ് എന്തെന്ന് പറയുന്നത്, നമ്മളൊരു വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അത്ര എടുക്കുന്ന ടൈം, അത് എത്ര എടുക്കുന്ന നമ്മൾ എന്താ പറയുന്നത്, അത്തരം തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. സംഭവം കിട്ടിയല്ലോ. ഓക്കെ, ഇനി ഇവിടെ നോക്കേ, ഇത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോൺസിക്യൂട്ടീവ് ക്ലസ്റ്റർ ഓർ അതുപോലെ എന്താണ് ഓർ ടു കോൺസിക്യൂട്ടീവ് ത്രഫ് ആർ ഈസ് കൺസിഡേർഡ് ആസ് ദ വേവ് ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള നീളം അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള നീളത്തെയാണ് എടുക്കുന്നത്. സംഭവം കിട്ടിയല്ലോ. ഓക്കെ, ദെൻ ഗ്രീക്ക് ലെറ്റർ ലാംഡ എന്തിനാ യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഗ്രീക്ക് ലെറ്റർ ലാംഡയാണ് എന്തിനാ യൂസ് ചെയ്യുന്നത്, നമുക്ക് വേവ് ലെങ്തിനെ യൂസ് ചെയ്യുന്നത്, വേവ് ലെങ്തിനെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം അതിന്റെ മീറ്റർ എന്ന് പറയുന്നതാണ് അതിന്റെ എന്തെന്ന് പറഞ്ഞാൽ SI യൂണിറ്റ്. അപ്പൊ നമ്മളോട് ചോദ്യം നോക്കിക്കേ. ഫസ്റ്റത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗർ 1. ഓക്കെ, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, 1.13 എന്ന് പറഞ്ഞ ഇതാണ്. അപ്പൊ ഇതിനകത്തുള്ള പാർട്ടിക്കിളിനകത്ത് സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ കാണിക്കുന്ന ഏതാണെന്നാണ് ചോദിച്ചിരുന്നത്. സെയിം കാണിക്കുന്നത് ഇ അല്ലേ, കാരണം ഈ ആണ്ടാണല്ലോ നമ്മൾ അത് എടുത്തത്. ഇതിനടുത്ത് ഇൻ കേസ് ഓഫ് പി എന്ന് പറഞ്ഞ പോയിന്റ് ഏതാ, പിയുടെ പോയിന്റിനകത്താണെന്നുണ്ടെങ്കിൽ ക്യൂ ആണ് വരുന്നത്. ബിക്ക് ഏതാണ്, ബിക്ക് വരുന്നത് ബി ഏതാ, നമ്മൾ ബി എന്ന് പറഞ്ഞ ഏതാണ്, ബി ഇവിടെയാ, അപ്പൊ എഫ് ആണ്. ഓക്കെ, വിച്ച് റെപ്രസെന്റ് ദ വേവ് ലെങ്ത്. ഇതിനകത്ത് വേവ് ലെങ്ത് ഏതാണ് റെപ്രസെന്റ് ചെയ്യുന്നേക്കണ ഏതൊക്കെയായിരിക്കും, RR എന്ന് പറഞ്ഞുള്ള രീതിയിലായിരിക്കും. RR, അതുപോലെ തന്നെ എന്താണ്, കാരണം ആറിൽ നിന്ന് ആറിലേക്കുള്ള രീതിയാണല്ലോ. അതുപോലെ തന്നെ CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എന്താണ് ഇത് റെപ്രസെന്റ് ചെയ്തേക്കണ മെത്തേഡാന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ലാംഡ എന്ന് പറയുന്നത്. സംഭവം കിട്ടിയല്ലോ.
കിട്ടിയല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് സി ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും. സംഭവം കിട്ടിയല്ലോ. സി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? λ/2 ആയിരിക്കും. സംഭവം കിട്ടിയില്ലേ? ഓക്കെ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് കംപ്രഷൻ ഓർ ദ ടു കോൺസിക്യൂട്ടീവ് റെയർ ഫാഷൻ ഈസ് കൺസിഡർ ആസ് ദ വേവ് ലെങ്ത്. ഇവിടെ നമുക്ക് ഇതെന്താണ്? ഇതൊരു നമുക്ക് കംപ്രഷൻ എന്ന് പറയും. ഇതൊക്കെ ഒരു കംപ്രഷൻ എന്ന് കരുതി. അപ്പം ഇവിടം വരെയുള്ള ഇവിടം തൊട്ട് ഇവിടം വരെ എടുത്തേക്കുന്ന നീളം ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇന്നത്തെ വേവ് ലെങ്ത് ആയിട്ട് വരുന്നത്. ഇതേതാണ്? ലോങ്ജിറ്റ്യൂഡിനൽ വേവ് ആണ് കേട്ടോ. പിന്നെ സ്പീഡ് ഓഫ് ദ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് നോക്കാം. ഓക്കെ, സ്പീഡ് ഓഫ് ദ വേവ് എന്താന്ന് നോക്കാം. സ്പീഡ് ഓഫ് ദ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 സെക്കൻഡ്. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ/സെക്കൻഡ് ആണ് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യം നമുക്ക് കിട്ടിയില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇഫ് ദ വേവ് ട്രാവൽ 700 മീറ്റർ ഇൻ 2 സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ സ്പീഡ് എന്ന് ചോദിച്ചാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ? ടൈം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് എവിടെ കൊടുത്തേ? 700 മീറ്റർ ബൈ 2 സെക്കൻഡ്. 2 അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? നമുക്ക് 350 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. സമയം കിട്ടിയില്ലേ? പിന്നെ നമുക്കത് മലയാളം മീഡിയത്തിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ തരംഗദൈർഘ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നതായിരുന്നു. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ തരംഗദൈർഘ്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത 2 കണികകൾ തമ്മിലുള്ള അകലത്തെയാണ് തരംഗദൈർഘ്യം എന്ന് പറയുന്നത്. ഇത് എന്താണ്? മാധ്യമത്തിലെ ഓരോ കണികയും ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരത്തിന് തുല്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ആവർത്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ തുല്യമെന്ന് വേണമെങ്കിൽ പറയാം. ഒരു രീതിയിൽ തുല്യമെന്ന് വേണമെങ്കിൽ പറയാം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാധ്യമമില്ല, ഇവിടെ എടുക്കുന്ന മാധ്യമത്തിലെ ഓരോ കണികയും, ഇപ്പോൾ ഇതൊരു കണികയെന്ന് എഴുതിയോ, ഓരോ കണികയും കമ്പനം പൂർത്തിയാക്കാൻ, ഒരു ഫ്രീക്വൻസി ഇത്രയും പൂർത്തിയാക്കാൻ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുന്നതാണ്. ഈ ഫ്രീക്വൻസി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്നത് ഇത് ഫ്രീക്വൻസി പൂർത്തിയാക്കാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ കണികയും ഇങ്ങനെ ഫ്രീക്വൻസി ഉണ്ടല്ലോ, ഈ ഫ്രീക്വൻസി പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈമിനകത്ത് സഞ്ചരിക്കുന്ന ദൂരം എന്ന് വേണമെങ്കിൽ പറയാം. ദൂരത്തിന് തുല്യമാണ്, സഞ്ചരിക്കാൻ എടുക്കുന്ന ദൂരത്തിന് തുല്യമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ. അടുത്തടുത്ത 2 ശൃംഖങ്ങൾ തമ്മിലോ അടുത്തടുത്ത 2 ഗർത്തങ്ങൾ തമ്മിലോ ഉള്ള അകലമാണ് അനുപ്രസ്തുത തരംഗങ്ങളിൽ തരംഗദൈർഘ്യമായി കണക്കാക്കുന്നത്. ഇനി നമുക്കത് തരംഗദൈർഘ്യത്തെ സൂചിപ്പിക്കാൻ ലാംഡ എന്നാണ് യൂസ് ചെയ്യുന്നത്. അത് ഗ്രീക്ക് അക്ഷരമാണ്. അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. നമ്മളതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആണ് സമാനമായിട്ടുള്ള കമ്പന എക്ക് സമാനമായിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ പറഞ്ഞപ്പം ആറാണ്. പിന്നെ CR എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത് എന്താണ്? λ/2നെയാണ്. പിന്നെ അടുത്തടുത്തുള്ള 2 ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലോ അടുത്തടുത്ത 2 നീചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലത്തെയാണ് അനുദൈർഘ്യ തരംഗദൈർഘ്യമായി കണക്കാക്കുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം ഇതൊക്കെ എക്സാം ചോദിക്കാം. ഇത് രണ്ടും ഇങ്ങനെ ഈ RR എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ CR എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞു വെക്കണം കേട്ടോ. അപ്പം അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്, നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഈ RR വരുന്നത് ഇവിടുത്തെ കാര്യം കേട്ടോ. ഈ RR വരുന്നത് ഇവിടെയാണ് ശരിക്കും. ഈ CR എന്നുള്ളത് ഇവിടെ നിന്നിട്ടുള്ളത്, ഈ CR എന്ന് പറയുന്നുണ്ടോ, ഈ C തൊട്ട് R വരെയുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ λ/2 ആണല്ലോ. ഇത് തൊട്ട് ഇവിടം വരെ ഈ C തൊട്ട് ഇവിടം വരെയാണ് ലാംഡ കേട്ടോ. അതാണ് കേട്ടോ ഇവിടെ വരുന്നത് കേട്ടോ. അപ്പം നിങ്ങളത് നോക്കിക്കൊള്ളണേ. അപ്പം ഈ ചോദ്യം ഈ സംഭവം വെച്ചാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്താണ് CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, RR എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം ഓർത്തേക്ക്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ പിന്നെ നിങ്ങൾ ഇന്നത്തെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ, ഇതിനകത്ത് പറഞ്ഞേക്കണ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കണം. ഇത് എന്താണ് ഡെഫിനിഷൻ എല്ലാത്തിൻ്റെയും പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ദെൻ ഇതിനകത്ത് പിന്നെ തരംഗവേഗം എന്താണ്, അതെല്ലാം ഇന്ന് പഠിക്കേണ്ട കാര്യമാണ്. 1 സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് അതിന്റെ തരംഗവേഗം. തരംഗവേഗത്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ/സെക്കൻഡ് ആണ്. 1 സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗവേഗം. വേഗത്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പൊ ഇത് 700/2 ആണ് വരുന്നത്. അപ്പോൾ
350 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടെ സഞ്ചരിച്ച ഒരു തരംഗം 2 സെക്കൻഡിൽ 700 മീറ്റർ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വേഗമാണ് ഇപ്പൊ പറഞ്ഞത്. ദെൻ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞേക്കണ സ്ലിങ്കി ആയിട്ടുള്ള സംഭവം മേശപ്പുറത്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അങ്ങനെ മേശപ്പുറത്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബോത്ത് എൻഡ് നമ്മൾ സ്ട്രെച്ച് ചെയ്തു അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ, ഹോൾഡ് വൺ എൻഡ് ഓഫ് ദ സ്ലിങ്കി ആൻഡ് ഓക്സിലേറ്റ് ഇറ്റ് ടു ദ പ്രൊഡ്യൂസ് എ ട്രാൻസ്വേഴ്സ് വേവ്. അപ്പൊ നമുക്കത് ട്രാൻസ്വേഴ്സ് വേവ് ആയിട്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നറിയാം. ദെൻ ദ ഇൻക്രീസ് ദ ഫ്രീക്വൻസി ഓഫ് ദ ഓക്സിലേഷൻ. അപ്പൊ ഓക്സിലേഷന്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മളോട് പറഞ്ഞത് എന്നിട്ട് അത് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അങ്ങനെ ഒബ്സർവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാണ്? ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ് ചേഞ്ച് വിത്ത് ദ വേവ് ലെങ്ത്. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആൻഡ് ഇലസ്ട്രേഷൻ ഓഫ് ദ ടു വേവ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ആ കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ഇത് ഇപ്പൊ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട്, മീൻസ് ഇവിടെ കാണിച്ചു തരാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്നാ ഇത് വെച്ച് കാണിച്ചു തരാം. ഈ 2 ഉദാഹരണം വെച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മളോട് പറഞ്ഞേക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എന്താ വ്യത്യാസം നോക്കിക്കേ. ഫ്രീക്വൻസി ഓഫ് ദ വേവ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് വേവ് ലെങ്തിനനുസരിച്ച് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടുത്തെ നമുക്ക് വേവ് ലെങ്ത് നമ്മൾ അതുപോലെ കണ്ടെത്തണം. അതുപോലെ എന്ത് കണ്ടെത്തണം? ഇതിന്റെ വേവ് ലെങ്ത് കണ്ടെത്തണം. ആദ്യത്തെ വേവ് ലെങ്ത് എത്രയാണ്? ആദ്യത്തെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മീറ്റർ അല്ലേ? 4 മീറ്റർ. ഇതുണ്ടോ, ഇവിടെ നിന്നിട്ട് ഇവിടം വരെ അതാണ് ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നിട്ട് 1 തൊട്ട് 5 വരെ, 1 തൊട്ട് 5 തൊട്ട് 5 - 1 4 കേട്ടോ. ഇനി ഇവിടെ എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇപ്പൊ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരെ 2 വരെ കിട്ടും. ഇവിടെ 2 കേട്ടോ, 2 എന്നുള്ളതാണ് കേട്ടോ. 0 തൊട്ട് 2 വരെ. അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് 0.5 ആണ്. പിന്നെ ഇതിനടുത്തുള്ള ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടിനും ഇടയ്ക്കാണ് 2.5 ഇടയ്ക്കാണ്. അപ്പൊ 2.5 - 0.5 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 2 ആയിരിക്കും വരുന്നത്. 2 മീറ്റർ. ഇവിടെ എന്താണ്? 4 മീറ്റർ. ദെൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദ ബോത്ത് വേവ്സ് ടേക്ക് 1 സെക്കൻഡ് ടു ട്രാവൽ എ ഡിസ്റ്റൻസ് ഫ്രം 12 മീറ്റർ, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രീക്വൻസി ആണ് നമുക്ക് കണ്ടെത്തുന്നത്. അപ്പൊ നമുക്കറിയാം സി ഈക്വൽ ടു, അല്ലെങ്കിൽ വി എന്ന് എഴുതാം, വെലോസിറ്റി എന്ന് എഴുതിയായിരിക്കും നല്ലത്. നിങ്ങൾക്ക് അതായിരിക്കും നല്ലത്. വി ഈക്വൽ ടു എഫ് ലാംഡ എന്ന് പഠിച്ചോ. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി, അല്ലെങ്കിൽ സി എന്ന് നമ്മൾ എഴുതാറുണ്ട്. അപ്പൊ ലാംഡ ആണെന്ന്. അപ്പൊ വി ബൈ ലാംഡ ഈക്വൽ ടു എന്താണ്? എഫ് ആണ് നമുക്ക് കിട്ടിയ അല്ലെ? വി ബൈ ലാംഡ ഈക്വൽ ടു എന്താണ്? വി ആണ് കേട്ടോ. ഇത് ന്യൂ അല്ല, വി ആണ്. നിങ്ങൾ ന്യൂ എന്ന് പറഞ്ഞ സംഭവം പഠിക്കുന്നത്. ഫ്രീക്വൻസിനെ തന്നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം ന്യൂ എന്ന് പറഞ്ഞാൽ. ഇവിടെ നിങ്ങൾ പഠിച്ചോ. അപ്പൊ ഈ വെലോസിറ്റി ഇവിടെ എത്രയാണ്? വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12/1 എത്രയാണ്? 12 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് കിട്ടി 12 മീറ്റർ പെർ സെക്കൻഡ് ബൈ ലാംഡ. ലാംഡ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ലാംഡ ഇവിടെ കൊടുത്തതാണ് 4 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 കിട്ടും. അപ്പൊ 3 എന്താ ഹെഡ്സ് ഉണ്ട് ആദ്യത്തെ. ഇത് എന്റെ 3 ഹെഡ്സും ബിന്റെ വരുമ്പോ എത്രയാണ്? ബിന്റെ എന്ന് പറഞ്ഞാൽ 12/2 അപ്പൊ എന്ന് പറഞ്ഞാൽ 6 ഹെഡ്സ് ആണ് വരുന്നത്. സംഭവം കിട്ടിയില്ലോ. അപ്പം നമുക്ക് അതെല്ലാം ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എന്തൊക്കെ കിട്ടി? 3 കിട്ടും, അതുപോലെ 6 കിട്ടും. അപ്പം 3 കിട്ടും, 6 കിട്ടും. ഫോർ എ എത്രയാണ്? 3 ഹെഡ്സ്. ഫോർ ബി എത്രയാണ്? ഈ ഇമേജിന്റെ കാര്യം കേട്ടോ, എയും ബി എന്ന് പറഞ്ഞാണ് 6 ഹെഡ്സ്. ഈ ഇമേജ് രണ്ടിന്റെ കാര്യം കേട്ടോ പറഞ്ഞേ. എനിക്കൊന്ന് ഓർത്ത് വെച്ചോളാം. അപ്പം ഇത് കിട്ടി. ദെൻ അടുത്ത എന്താണ്? ഫ്രീക്വൻസി ഓഫ് ദ വേവ് നമ്മൾ കണ്ടെത്തി അല്ലെ? നമ്മളോട് പറഞ്ഞേക്കണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ വേവ് ഇനി കണ്ടെത്തണം. അതുപോലെ തന്നെ എന്താണ്? ഓക്കെ, ദ വേവ് ഹാസ് വിച്ച് വേവ് ഹാസ് എന്താണ്? ലോങ്ങർ വേവ് ലെങ്ത് എന്ന് വെച്ചിരുന്നത്. ഓക്കെ, നമ്മള് ബിന്റെ കണ്ടെത്തി, എന്റെ നമ്മൾ കണ്ടെത്തി. ഇപ്പൊ ദെൻ വേവ് ലെങ്ത് കണ്ടെത്തി. ഇതിന്റെ എത്രയാണ്? 6 ഹെർട്സ്. പിന്നെ വിച്ച് വേവ് ഹാസ് ലോങ്ങർ വേവ് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതിനാണ് ലോങ്ങർ ആയിട്ടുള്ള വേവ് ലെങ്ത് ഉള്ളത്? 4 അല്ലെ? 4m എന്ന് പറഞ്ഞത്. അപ്പൊ എക്കാണ്. ഹയർ ആയിട്ടുള്ള ഫ്രീക്വൻസി ഏതിനാണ്? ഹയർ ആയിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിനാണുള്ളത്?
ബിക്കാണ്, ഹയർ ഫ്രീക്വൻസി ബിക്കുമാണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ റിലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലേഷൻ നമുക്ക് പറയാം എഫ് ഈസ് ഈക്വൽ ടു 1/λ. ഈ 1/λ തന്നെയല്ലേ നമ്മൾ ഇവിടെ പഠിച്ചേക്കുന്നത്. നോക്കിക്കേ, ഈ എഫ് ഇത് ഇവിടെ എഫ് എഴുതിയിരിക്കുന്നു, ഈ ലാംഡ ഇതാണല്ലോ, ലാംഡ ഇതല്ലേ നമ്മുടെ. അപ്പൊ ഇവിടെ ഒരു 1 എന്ന് കൊടുത്താൽ പോരെ, സംഭവം കിട്ടിയോ? അത് തമ്മിലുള്ള റിലേഷൻ പറയുന്നതാണ് ഇവിടെ. അപ്പൊ ദ സ്പീഡ് ഈസ് എ കോൺസ്റ്റന്റ്. അവിടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ സ്പീഡ് രണ്ടിടത്ത് സെയിം അല്ലേ, അതുകൊണ്ടാണല്ലേ നമ്മൾ അത് അങ്ങനെ പറഞ്ഞത്. സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ എന്താണ് ഫ്രീക്വൻസി, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ വേവ് ലെങ്ത്. അപ്പം ഫ്രീക്വൻസി ആണെന്നുണ്ടെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും വേവ് ലെങ്തിന് എപ്പോഴും. അവിടെ സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കണം. അതാണ് ഞാൻ സി എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിക്കണം, സി ഈക്വൽ ടു എഫ് ലാംഡ അല്ലെങ്കിൽ ന്യൂ ലാംഡ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം സി ഈക്വൽ ടു എഫ് ലാംഡ അല്ലെങ്കിൽ ന്യൂ ലാംഡ എന്ന് പറഞ്ഞാൽ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്നോട് പറയുന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സ്പീഡിന് നമ്മൾ വിക്ക് പകരം എന്ത് ചെയ്തന്നെ, സി എന്ന് എഴുതാറുള്ളത് കേട്ടോ. സംഭവം കിട്ടിയില്ലോ. ഓക്കെ, ഇനി റിലേഷൻ ബിറ്റ്വീൻ, നമുക്ക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ എന്നാണ് പറഞ്ഞാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്, റിലേഷൻ ബിറ്റ്വീൻ ദ സ്പീഡ് ഓഫ് വേവ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത്. ഇത് നമുക്ക് തമ്മിലുള്ള റിലേഷൻ, അതാണ് ആ റിലേഷൻ ആണ് ശരിക്കും ഉള്ള റിലേഷന്റെ ഇക്വേഷൻ ആണ് ഞാൻ കാണിച്ചത്. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞ ഈ ഇക്വേഷൻ സി ഈക്വൽ ടു എഫ് ലാംഡ എന്ന് പറഞ്ഞ ഇക്വേഷൻ കേട്ടോ. അപ്പം വാട്ട് ഈസ് ദ വേവ് ലെങ്ത്, ഇവിടുത്തെ വേവ് ലെങ്ത് എത്രയാണ്, ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് 2 ആണ്. അപ്പൊ 2 തന്നെ എഴുതാം. ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതിച്ചിട്ടുണ്ടല്ലോ 2, അപ്പൊ 2 തന്നെ എഴുതിയേക്കാം. ഇതിനടുത്ത് എന്താണ്, ഇവിടെ പറഞ്ഞ അടുത്ത പറഞ്ഞ കാര്യം എന്താണ്, ഇഫ് ദ if 1 second അല്ലെ, if the waves takes 1 second to reach A to O. A എന്ന് പറഞ്ഞാൽ എവിടെയാണ്, നമ്മുടെ ഇവിടെ A ആണ്. A നിന്ന് O എടുക്കാൻ 1 second എടുത്തു, 1 second എടുത്തു. അപ്പം 1 second എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം 1 second എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ഫ്രീക്വൻസി, നമുക്കറിയാവുന്ന കാര്യം എന്താണ്, നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ആയിട്ടുള്ള ഇവിടെ നമുക്ക് എടുത്തേക്കുന്നത് എത്രയാണ്, 6 ആണ്. 6 ഡിസ്റ്റൻസ് ആണ് വന്നേക്കുന്നത്, എ ഇവിടെ O വരെയുള്ള 6 ആണ്. അപ്പം 6 മീറ്റർ പെർ സെക്കൻഡ് ആണ് വരുന്നത്, കാരണം ടൈം 1 സെക്കൻഡ് ആയതുകൊണ്ട് തന്നെ. അപ്പൊ നമുക്ക് എഴുതാം വി ഈക്വൽ ടു, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ആണ്, വെലോസിറ്റി ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 6/1 ഈക്വൽ ടു 6 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടിയല്ലോ. അത് നമ്മൾ എഴുതി വെച്ചു. ദെൻ ഇനി എന്താ ഫ്രീക്വൻസി ആണ് കണ്ടെത്തേണ്ടത്. വേവ് ലെങ്ത് എത്രയാണ് നമുക്കറിയാം, വേവ് ലെങ്ത് 2 ആണ്. ഓക്കെ, വേവ് ലെങ്ത് നമുക്ക് എത്രയാണ്, 2 ആണ് കിട്ടുന്നത്. വേവ് ലെങ്ത് നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 2 ആണ് കിട്ടുന്നത്. വേവ് ലെങ്ത് നമുക്ക് 2 ആണ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ 2 എന്ന് കിട്ടുന്നു. അപ്പൊ നമുക്ക് നമ്മൾ നേരത്തെ ഇക്വേഷൻ എന്തായിരുന്നു, സി ഈക്വൽ ടു എഫ് ലാംഡ. അപ്പം സി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് 6 കിട്ടും. എഫിന് നമുക്ക് അവിടെ നിർത്താം, എഫ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി, സി ബൈ ലാംഡ എന്ന് എഴുതാം. ഓക്കെ, സി ബൈ ലാംഡ എന്ന് എഴുതാം. അങ്ങനെ അത് എഴുതുമ്പോൾ എത്ര കിട്ടും, എഫ് ഈക്വൽ ടു നമുക്കറിയാം സ്പീഡ് 6 ആണ്, ലാംഡ എത്രയാണ്, 2 ആണ്. അപ്പൊ നമുക്ക് 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 3 എന്ന് കിട്ടും. അങ്ങനെ 3 എന്ന് കിട്ടും നമുക്ക് കേട്ടോ. ഇത്രയും എടുക്കും. അപ്പൊ 3 ഫ്രീക്വൻസി ആണെന്നാണ് ഞാൻ പറയാം. ഇഫ് ദ വേവ്സ്, അപ്പൊ നമുക്ക് ഓരോ വേവിന്റെ ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ട്. ഇപ്പൊ നമുക്ക് 1, 2, 3, 4. ഓക്കെ, അല്ല 1, 2, 3, അങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 3 നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഓരോ ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ ഓരോ വേവ് ലെങ്തിനും എത്രയാണ്, നമുക്ക് എത്ര വെച്ച് കിട്ടും, ഒരു ഹെഡ്സ് വെച്ച് കിട്ടും. സമയം കിട്ടിയില്ലേ? ഇത്ര ഫ്രീക്വൻസി എടുക്കുന്നു എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ isn't the speed of the wavelength okay, if the speed of the wave, the distance traveled by it is 1 second. What is the speed of the wave എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം ഇവിടെ പറഞ്ഞ കാര്യം isn't the speed of the wave എന്താണ്, വേവ് ഈസ് ദ സ്പീഡ് ഓഫ് ദ വേവ് എന്ന് പറഞ്ഞത് എന്താണ്, ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ഇറ്റ് ഇൻ 1 സെക്കൻഡ്. ഇത് 1 സെക്കൻഡിലാണ് സഞ്ചരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ വേവ് ലെങ്ത് എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് വേവ് ലെങ്തിന്റെ എത്രയാണ് നമുക്കറിയാം, ഇവിടം വരെ എടുത്താണ് 6 ആണ്, ടോട്ടൽ എടുത്താണ് 6 ആണ്. ഇവിടം വരെ ഇങ്ങനെ ഓരോ വേവ് ലെങ്തിനകത്ത് എടുക്കുമ്പോൾ എത്ര കിട്ടും, 6/3 ചെയ്തിട്ട് 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. സംഭവം കിട്ടിയില്ല. ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ വേവ് ലെങ്ത്, സ്പീഡ്, ഓക്കെ, ഫ്രീക്വൻസി. ഇത് കണ്ടെത്താനാണ്. ഇറ്റ് ഈസ് വൺ ടു ബി എന്താണ് നമുക്ക് ഈ റിലേഷനകത്ത് കിട്ടും.
സ്പീഡ് ഓഫ് എ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, സ്പീഡ് ഓഫ് വേവ് എന്ന് പറഞ്ഞാൽ എന്താണത്? ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വി ഈക്വൽ ടു എഫ് ലാംഡ എന്ന് പറയും. ഓക്കെ, സംഭവം കിട്ടിയില്ല. നമുക്ക് ഇനി അടുത്ത ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ക്രസ്റ്റ് ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ട്രഫ് എത്ര ഉണ്ടെന്ന്. അപ്പൊ 1, 2, 3, 1, 2, 3. അപ്പം 2, 3, 3 ആണ് കേട്ടോ. 2, 3, 3 ആണ്. ഓക്കെ, 2, 3, 3. ഓക്കെ, ദെൻ അടുത്ത വേവ് ലെങ്ത് ആണ് ചോദിച്ചത്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ 8 ആണ്. 8 മീറ്റർ അല്ലേ അവിടെ കൊടുത്തത്. അപ്പൊ മീറ്റർ എന്ന് എഴുതുക. സംഭവം കിട്ടിയില്ല. ഓക്കെ, നമുക്കിനി ഇവരുടെ നോക്കാം. ഇവരുടെ അകത്തും സെയിം തന്നെ കാര്യങ്ങളാണ് ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞത് പോയതാണ് ഇതെല്ലാം. ഇതൊക്കെ ഏകദേശം നമ്മൾ പോയതാണ്. ഇവിടെ നമുക്ക് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം സ്ഥിരമാകുമ്പോൾ തരംഗത്തിന്റെ ആവർത്തി എന്ന് പറഞ്ഞാൽ തരംഗ ദൈർഘ്യത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അതാണ് എന്തെന്ന് പറയുക, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/λ എന്ന് പറഞ്ഞത്. നമ്മളിവിടെ എല്ലാം നേരത്തെ തന്നെ ഫില്ല് ചെയ്തതാണ് അപ്പുറത്ത് വെച്ച്. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് കേട്ടോ. ദെൻ സംഭവം കിട്ടിയില്ല, അതിന് കാര്യം കിട്ടിയില്ല. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ തരംഗ വേഗം എന്ന് പറയുന്നത് ആവർത്തി ഇൻറ്റു തരംഗ ദൈർഘ്യമായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് നേരത്തെ കിട്ടിയത് എന്താണ്? 3, ഇവിടെ 3, ഇവിടെ എത്ര കിട്ടി നമുക്ക്? 8 മീറ്റർ എന്ന് കിട്ടും. ദെൻ അടുത്തത് ആണെന്നുണ്ടെങ്കിൽ വായുവിലാണെന്നുണ്ടെങ്കിൽ 350 മീറ്റർ പെർ സെക്കൻഡിനകത്താണെന്നുണ്ടെങ്കിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു അനുദൈർഘ്യ തരംഗത്തിന്റെ ആവർത്തി എന്ന് എത്രയാണെന്നാണ് ചോദിച്ചത്. ആവർത്തി 35 ഹെർട്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തരംഗദൈർഘ്യത്തിന്റെ അടുത്തുള്ള രണ്ട് ഉച്ച മേഖലകൾ തമ്മിലുള്ള അകലം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് അതെങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കില്ലേ. ഇപ്പൊ നമുക്ക് ഇനി അത് കണ്ടെത്തണം. അതുപോലെ തന്നെ അടുത്തടുത്ത് രണ്ട് നീചമർദ്ദങ്ങൾ തമ്മിലുള്ള അകലം. ഇത് രണ്ടും സെയിം ആയിരിക്കുമല്ലോ. മീൻസ് അത് രണ്ടും സെയിം ആയിരിക്കില്ല, നമുക്ക് അറിയാലോ. പിന്നെ നമുക്ക് ഇനി അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിലേക്ക് ഇനി ഇടുക. വി ഈക്വൽ ടു എഫ് ലാംഡ അല്ലെ. ഈ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇതുമാണ്, ഈ വെലോസിറ്റിയുമാണ്. അപ്പം 350 എഫ് ഈക്വൽ ടു ലാംഡ. എഫ് എന്ന് പറഞ്ഞാൽ 35. രണ്ട് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 10 കിട്ടില്ലേ. അപ്പൊ 10 മീറ്റർ 10 മീറ്റർ രണ്ട് സെയിം തന്നെയായിരിക്കും. കാരണം അത് രണ്ടിലും സെയിം തന്നെയാണല്ലോ. അതാണ് ആൻസർ വരുന്നത്. കാക്കന പറയണേ. അപ്പൊ വി ഈക്വൽ ടു എന്തെന്നാ കിട്ടി നമുക്ക്? എഫ് ഇൻറ്റു ലാംഡ എന്ന് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 175 ഇൻറ്റു 2 അതെന്ന് കിട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത് നമുക്ക്? 350 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, 350 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ ഇത് നമ്മൾ എഴുതി വെക്കണം. ഇത്ര കാര്യം നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ കാര്യങ്ങൾ സെറ്റായി. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ഇത്ര ആണ് നമ്മൾ ഇന്നും പഠിക്കുന്നത്, ഈ വീഡിയോനകത്ത് പഠിക്കുന്നത്. അതിനുശേഷം നമ്മൾ ലാസ്റ്റത്തെ ഭാഗമായിട്ടുള്ള റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ഒന്നും കൂടി പഠിക്കും. ഓക്കെ, ഇതും എളുപ്പമുള്ളതാണ്. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പൊ നമുക്കിനി ഇത്രയാണ് ഉള്ളത്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ എഴുതിയേക്കാം. ഇതിന് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എത്രയാണ്? 10 ആണ്. 10 മീറ്റർ, ഇവിടെ 10 മീറ്റർ. ഇവിടെ എത്ര കിട്ടി നമുക്ക്? 350 അല്ലേ? 350 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡാണ് കാക്കാൻ പറഞ്ഞത്. അതും എളുപ്പമാണ്. ഓക്കെ, സംഭവം കിട്ടിയല്ലോ. ഇത്രയും കാര്യമാണ്. ഇവിടെ ഇതിന്റെ വെച്ച് ഇങ്ങോട്ടേക്ക് ഇൻറ്റു ചെയ്താൽ മതി. സോ ഇതെല്ലാം കൂടി കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ നമുക്ക് കഴിഞ്ഞു. സോ നമുക്ക് അടുത്ത വീഡിയോനകത്ത് കാണാം.